ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇനായാസ് വേൾഡ്. ഇറ്റ്സ് മീ ജംഷീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. ചെറുപയർ ഞാൻ 3-4 മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചതാണ്. ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുപയർ ഞാൻ വേവിക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വിസിൽ അടുപ്പിക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് ആദ്യം തന്നെ ഇത് കഴുകി മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ചെറുപയറാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായി വെള്ളം വറ്റി വരണം കേട്ടോ, ഇതിൻ്റെ വേവാകുമ്പോഴത്തേനും. അതുകൊണ്ട് കണക്കിനനുസരിച്ച് വെള്ളം എടുക്കാവൂ. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്നും അധികം ചേർക്കേണ്ടതില്ല, കാരണം ഇതൊരു മധുര പലഹാരമാണ്. അപ്പോൾ മധുരമല്ലേ മുന്നിട്ട് നിൽക്കുക. ഉപ്പ് ഒരു നുള്ളാണ് ഞാൻ ചേർത്തിക്കണത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ, കാരണം തട്ടുകട സ്റ്റൈലാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് തേങ്ങ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിന് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയും ഈ ചെറുപയറിലേക്ക് ആവശ്യത്തിനുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഞാൻ 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ ഞാനൊരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല അതിൽ. എന്നാലും ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളം മൊത്തമായിട്ടൊന്ന് വറ്റി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ചെറുപയർ നല്ല വേവായിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല, ആവശ്യത്തിന് വേവ് ആയിട്ടുണ്ട്. അതിന് ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയാണ്. ചെറുപയറിലെ വെള്ളത്തിൻ്റെ അംശം തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇതാ കാണുമ്പോൾ നമുക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ ചെറുപയർ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വേറൊരു പാന് വെക്കുകയാണ് അടുപ്പിൽ ചെയ്യണത്. ഈ പാനിലേക്ക് ഞാൻ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് തേങ്ങ. എന്നാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാത്രം തേങ്ങയിൽ പോയാൽ മതി, അല്ലാതെ ബ്രൗൺ കളറോ അങ്ങനെയൊന്നും കളറ് ചേഞ്ച് ആവുമെന്ന് വേണ്ട. ഒന്ന് വെള്ളത്തിൻ്റെ അംശം തേങ്ങയിൽ നിന്നും മാറിയാൽ മതി, ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതിൽ തേങ്ങ വളരെ കുറവായിരിക്കും. ആ ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങയിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചെറുപയർ ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുപയർ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സായി വന്നാൽ മതി. ഇത് വെന്താണല്ലോ. ഇതൊക്കെ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമാക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മളെ തേങ്ങയൊക്കെ കരിഞ്ഞു പോവും. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരും. അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് എടുത്ത് വെച്ച ശർക്കര കൂടി ആഡ് ചെയ്യുക. ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി അത് ഒന്ന് കുഴച്ചെടുക്കണം. ഇവിടെ സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി കുഴഞ്ഞു വരുമല്ലോ. ചെറുപയർ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ച് കൊടുക്കുക. എന്നാൽ ചില ഭാഗത്ത് ഉടച്ചതും ചിലത് ഉടയാതെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിനായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ ഇതാ ശർക്കര ആഡ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ശർക്കര പാനി കൂടി വറ്റിച്ചെടുക്കണം. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ചൊക്കെ പോയി വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഏലക്ക ചേർക്കുകയാണ്. ഇവിടെ ഏലക്ക ഞാൻ ചുമ്മാ കൈ കൊണ്ട് ഒന്ന്
കൈക്കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഏലക്ക പൊടിച്ചതാണെങ്കിലായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക. ഇതിപ്പോൾ ഇടയ്ക്ക് നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും ഏലക്ക. അപ്പം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബോൾസ് ആക്കി എടുക്കുന്നത്. ഇത് തണുക്കാവുന്ന സമയത്ത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമുള്ളത്. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതിൽ ഞാൻ പിന്നെ അപ്പസോഡ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് മിക്സ് ചെയ്യുമ്പോൾ വീഡിയോ ഓഫായിരുന്നു, അതാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വല്ലാതെ ലൂസും ആവാൻ പാടില്ല, വല്ലാതെ ടൈറ്റും ആവാൻ പാടില്ല. നമ്മളെ ദോശമാവൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളെ ചെറുപയർ ഇപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ബോൾസായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് അത്യാവശ്യം വലിയ സൈസിലാണ് കേട്ടോ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടൽ ബോൾസ്. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പാനിലൊന്നല്ല ഫ്രൈ ചെയ്യണത്. ഇതിലാവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഓയിൽ ചേർത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ മാവിൽ ചെറുപയർ കൊണ്ടുള്ള മിക്സ് റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇതധികം ഫ്രൈ ആവുമൊന്നും വേണ്ട, ആ കോട്ടിങ് മാത്രം ഒന്ന് ബ്രൗൺ കളറായാൽ മതി. വേറെ ഒന്നും ഉള്ളിൽ വേവാനൊന്നുമില്ല, ചെറുപയറും നന്നായി വെന്താണ്. അപ്പോൾ ഒന്ന് റോൾ ചെയ്ത് വന്നായി, ആ റോള് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് സുഗ്യൻ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് തട്ടുകടയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുക അതുപോലെ ആയിരിക്കും. ഇതാ ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് മറിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിൽ അവൽ ചേർക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചില തട്ടുകടയിൽ നിന്ന് കിട്ടുമ്പോൾ അവലൊക്കെ മിക്സ് ചെയ്തിട്ട് തേങ്ങാക്കൊത്തായിരിക്കും, തേങ്ങ ചിരണ്ടിയല്ലായിരിക്കും, തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അവലും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സുഗ്യൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയത്. അവിടെ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ സൈസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സുഗ്യൻ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബായ്.